അപ്പം നമ്മളൊന്ന് ഡൈനോസർ ബീച്ച് കണ്ടപ്പോൾ ഇവിടെ ഫുള്ള് ഡൈനോസർ ടൂർ പോകാൻ ഇറങ്ങിയതാണ്. പക്ഷെ അവനെവിടെയോ അവനെ കാണാനില്ല. രോഹിത്തിൻ്റെ കൂടെയാണ് വന്നത്. അവനങ്ങനെ ബൈക്ക് കയറിയൊക്കെയാണ് ഡൈനോസർ ബീച്ച് പോയപ്പോൾ ഡൈനോസറിനെ കണ്ടില്ല, പേടിച്ച്. എൻ്റെ പിന്നെ പിസ്റ്റൽ ഉണ്ടായിരുന്നു, അല്ലാത്ത തോക്കുകളുണ്ടായിരുന്നു. പക്ഷെ മറ്റേ തോക്കുകളൊന്നുമില്ല, മറ്റേ ഒരുപാട് തോക്കുകളൊന്നുമില്ല, മറ്റേ സാധാ തോക്കുകൾ. എല്ലാവരെയും ഉണ്ടാവണ മിനി ഗൺ ഉണ്ടായിരുന്നു എൻ്റെ RPG. പിന്നെ അതൊക്കെ സാധാ തോക്കുകളായി. അധികം അപകട സ്റ്റിക്കി ബോംബ് എൻ്റെ. പിന്നെ ഞാൻ തമാശ ഇവന് ടൂറിനാന്നും പറഞ്ഞ് വിളിച്ചിട്ട് ജുറാസിക് പാർക്ക് കയറ്റി. ഞാൻ അപ്പോഴേ നമ്മളന്നൊരു വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു ജുറാസിക് പാർക്ക് ഞാൻ പോയപ്പോൾ സംഭവിച്ച കാര്യം. ജുറാസിക് പാർക്ക് ഞാൻ ഒന്ന് പോയത് നിങ്ങൾക്ക് അറിയാലോ. പോയിട്ട് ഡൈനോസർ കടിക്കാൻ വന്നിട്ട് ഞാൻ എത്ര വട്ടം ആ സർക്കാർ പറഞ്ഞിട്ട് ഇവൻ ഇത് പറഞ്ഞിട്ട് ഒരു വിശ്വാസം പോലും ഉണ്ടായിരുന്നില്ല. അതാണ് പ്രശ്നം. ഡൈനോസറിനെ നേരിട്ട് കണ്ട് വലിയ എണ്ണം. അപ്പോൾ ഞാൻ പഠിച്ച് അവിടെ ഡൈനോസറിനെ. ഇപ്പം ഡൈനോസർ ബീച്ച് പോയപ്പോഴും ഡൈനോസറിനെ കണ്ട്. അതൊക്കെ വിടുന്നേ, ഏതൊക്കെ വിട്, നമുക്കതൊക്കെ തള്ളിക്കളയാം. തള്ളിക്കളഞ്ഞിട്ട് എന്താ കാര്യം? വാ, എന്തായാലും ഇനി നമുക്ക് ഈ സ്ഥലമൊക്കെ ഒന്ന് ചുറ്റിക്കറങ്ങണ. ഇനി നമ്മൾ പോകാൻ ബീച്ചിക്കല്ലടാ. ആടാ ഫ്രങ്ങള. ഓക്കെ, ബീച്ചിക്കോ. പിന്നെ ബൈക്ക് ചാടിപ്പിക്കാനൊക്കെ എക്സ്പീരിയൻസ് ഉള്ള ആളാണ്. എനിക്ക് പിന്നെ പേടിക്കാന്നില്ല. പോയിക്കൊന്നും കണ്ണില്ല. പിന്നെ എൻ്റെ ഷിൻചാൻ്റെ വില്ലേജാണ്. ഞാൻ ബീച്ചിലോട്ട് ഷിൻചാൻ്റെ വില്ലേജിൽ കൂടെ അല്ല കേട്ടോ പോകണം. ഞാൻ ഇതിൽ കൂടെ കയറിയിട്ടാണ് പോകണമെന്ന് കാണിച്ചത്. ഇതാണ് അവൻ്റെ വീട്. ഇവൻ്റെ വീട് അറിയാത്തവരിനി പറയട്ടാ. ഇതാണ് രോഹിത്തിൻ്റെ വീട്. എൻ്റെ വീടിൻ്റെ അടുത്താണ് ഇത്. ഈ പുഴ, കടലി. എനിക്ക് പോവാൻ സിമ്പിളാണ്. അതെന്താണ്, നമുക്ക് പോവാം. നമ്മൾ വീട്ടിലോട്ട് പോവുകയാണ്. എൻ്റെ വീടിൻ്റെ അടുത്താണ് പോലീസ് സ്റ്റേഷൻ്റെ അവിടെ നിന്നൊക്കെ പോകണം. ഇവൻ്റെ വീട് എൻ്റെ അടുത്തല്ല. ഞാൻ ഈ ഷോർട്ട്കട്ടുണ്ട്. അത് നീ പറഞ്ഞാൽ നന്നായി. രണ്ടുപേരും എൻ്റെ വീട്ടിലോട്ട് പോകുന്നു. നല്ല എന്തായാലും ഞാൻ വീട്ടിലോട്ട് എന്തായാലും ബീച്ചിലോട്ട് പോട്ടെ. ബീച്ച് അറിയാം പകുതി പേർക്കുണ്ട് സിറ്റിത്തെ. നമുക്കറിയാമല്ലേ. പിന്നെ നമ്മള് ബാക്കി ഫ്രണ്ട്സൊന്നും ടൂറിന് വന്നില്ല. അതുകൊണ്ട് നമ്മളൊരു ബസ്സിൽ പോകാനാണ് ഉദ്ദേശിച്ചത്. അത് ആരില്ലാത്തതുകൊണ്ട് ഞങ്ങൾ ഉണ്ടാകും മാത്രം. പൈസ ഉണ്ടായിരുന്നു. എന്തായാലും ഞങ്ങൾ ഒരു ലോങ് ട്രിപ്പായിരുന്നു. ഇപ്പം ഷോർട്ട് ട്രിപ്പ് ഞങ്ങളാക്കി. വലിയൊരു സ്ഥലത്തോട്ടൊക്കെ ഒന്ന് പോകാൻ പറ്റാതില്ല. പക്ഷേ ആൾക്കാരില്ലാത്തതുകൊണ്ട് ഞങ്ങൾ പോയില്ല. എന്നാലും ഇനി വെള്ളത്തിൻ്റെ അടിയിൽ റൈഡ് പോകണമെന്ന് എൻ്റെ വലിയ ആഗ്രഹമാണ്. നമുക്ക് എന്തായാലും സാധിച്ചെടുക്കണം. ഇതാ ഇവിടെ ഒരു ഹോട്ടൽ ഉണ്ടെന്ന് ഞാൻ കേട്ടിട്ടുണ്ട്. ഈ വെള്ളത്തിൻ്റെ അവസാനം ഒന്ന് പോരാ. പേടിപ്പിക്കാൻ ഇത് നീ പേടിപ്പിക്കണ്ട. ഈ ടൂറ് നിന്നെ ഞാൻ കൊണ്ടുവന്നതാണ് എൻ്റെ കയ്യപ്പത്ത്. ഞാൻ ആദ്യം പുറത്തോട്ട് കിടക്കാൻ നോക്കി. അന്ന് എനിക്ക് ഓർമ്മയുള്ളതാണ്. ഞാൻ എൻ്റെ ബോട്ടിൻ്റെ ഉള്ളിൽ പെട്ടുപോയുള്ളതാണ്. ഇത് ഞാൻ എങ്ങനെയൊക്കെ പുറത്തു വന്നതാണ്. എന്തായാലും നമുക്കിനി ബീച്ചൊക്കെ കാണണേ. ബീച്ചിക്ക് എടുക്കാതൊക്കെ ഇറങ്ങിയാ പോവാ. കീറി പച്ചപ്പ എന്താ ഇവനെ അത്ര പ്രോബ്ലം. എൻ്റെ ഉള്ള തോക്കെ ഗൈസ്. അങ്ങനെ വേണി ഞങ്ങൾ ഇവിടൊക്കെ പോയിട്ട് വന്ന സമയത്ത് ഇവന്
ഇപ്പോൾ ഞങ്ങൾ വന്നതാ. എന്നാലും ഞങ്ങൾക്ക് ടൂറ് പോയി. ടൂറ് കഴിഞ്ഞ് ഇനി ഞാൻ മാത്രമേ അവനെ കേട്ടില്ല. അവനെവിടെ ദേ ഓടിയായിരുന്നു. അവനെ കളിപ്പിച്ചല്ലേ. പിടിക്ക് ഇപ്പൊ കളിപ്പിക്കുന്നു വരെ വരുന്നു. ഞാൻ കളിപ്പിച്ചില്ലല്ലോ. ഇവരെത്തി റൗണ്ട് ഇട്ട് ചാടി. എന്തായാലും നമ്മൾ ഇവനെ പറ്റിക്കലൊക്കെ നിർത്തിയിട്ട് മതി. നമുക്ക് വന്നെടുത്തോട്ട് എന്തായാലും ബൈക്ക് കയറിക്ക്. ഇനി നമ്മ പോവാൻ പോണത് വേറെ എവിടോട്ടുമല്ല, ഇന്റർനാഷണൽ ട്രിപ്പൊന്നുമല്ല. ഇന്റർനാഷണൽ ട്രിപ്പാണ് നമ്മൾ പോകാൻ പോകുന്നത്. അത് എയർപോർട്ടിൽ നിന്ന്. ഞാൻ എയർപോർട്ടിൽ നിന്ന് വണ്ടിയൊക്കെ അറേഞ്ച് ചെയ്തിട്ടുണ്ട്. ഒരു പ്രൈവറ്റ് ജെറ്റ് ഞാൻ പ്രൈവറ്റ് പ്ലെയിൻ ഞാൻ അറേഞ്ച് ചെയ്തിട്ടുണ്ട്. അത് ഒരു കുഞ്ഞ പ്ലെയിനാണ്. ആ പ്ലെയിന് ഞാൻ അറേഞ്ച് ചെയ്തിട്ടുണ്ടായിരുന്നു. ആ പ്ലെയിനിലാണ് നമ്മളിന്ന് പോകാൻ പോകുന്നത്. എന്തായാലും നമുക്ക് പോവാം. ഈ പോലീസ് സ്റ്റേഷൻ ഇവിടെ എടുത്താൽ ഞാൻ അറേഞ്ച് ചെയ്തത് ഞാൻ കാശ് കൊടുത്തത് കേട്ടോ. അത് കുഴപ്പമില്ല. പ്രൈവറ്റ് ജെറ്റ് അവിടെ ഇല്ലേ? കുഞ്ഞിയതാ. ഇവനും കൂടെ വന്നിട്ടോ. അയ്യോ ഞാൻ അവിടെ എത്തട്ടെ. വണ്ടി ഒതുക്കിട്ടെ. ഉണ്ടായിരുന്നു. അത് മാത്രല്ല അതല്ല ഈ വീഡിയോ ഇതുവരെ ലൈക്ക് ചെയ്യട്ടാ. അപ്പൊ നമ്മള് ഫ്രാങ്ക്ലിൻ അതെ ഞാനുണ്ട്. അല്ല രാഹുൽ കയറിയുണ്ട്. അപ്പം നമുക്ക് പ്ലെയിൻ ടേക്ക് ഓഫ് ചെയ്യാം. അവിടെ ടേക്ക് ഓഫ് ചെയ്യല്ലേ? അവിടെ ഫ്രാങ്ക്ലിൻ ടേക്ക് ഓഫ് ചെയ്തോ. നോക്കടാ, നമുക്ക് ടേക്ക് ഓഫ് ചെയ്യാൻ പോകുന്നു. ഇത് തീരെ കൺട്രോളില്ലാത്ത പ്ലെയിനാന്ന് അവർ പറഞ്ഞിരുന്നില്ലേ. എൻ്റെ അത്ര വലിയ പ്ലെയിൻ ഉണ്ട്. അതിന് വാങ്ങിക്കാനുള്ള കാശിൻ്റെ ഇല്ലാത്തതുകൊണ്ട് ഞാൻ പറഞ്ഞ് ഇത് തന്നെ മതിയെന്ന്. ഇവിടെ ഇതുണ്ട്. ഞാൻ അവിടോട്ട് വീണിട്ട് ഞങ്ങൾ ചാവൊന്നും എന്തായാലും നമുക്ക് അയ്യോ ചത്തി. ഞാനൊരു പ്രോ പ്ലെയിൻ പറത്തലുകാരനായോണ്ട് ഞാനിത് പറക്കി. അയ്യോ ഇല്ല ചത്തില്ല. കാർ ബാലൻസ് ചെയ്യാനുള്ള പറഞ്ഞിട്ടില്ലേ. ബാലൻസ് ചെയ്തു. ഇവിടുന്ന് ഞാൻ ചെയ്യാതിനെങ്കിൽ ഞാൻ ചത്തു. ഫ്രാങ്ക്ലിനെ നമ്മളെവിടോട്ട് പോണത് എങ്ങോട്ടാണെന്ന് എനിക്കറിയില്ല. എന്നാൽ നീ പറഞ്ഞ സ്ഥലത്താണ്. എന്തായാലും ഇപ്പം നമുക്ക് നിനക്ക് ആകാശം കാണുന്ന ഒരാഗ്രഹം സക്സസ് ആയി. എനിക്ക് ഒരുപാട് ആഗ്രഹം ഉണ്ട്. അതിലൊരാഗ്രഹമാണ് ഈ ആകാശം കാണാൻ. അത് എയർപോർട്ടിലേക്ക് ലാൻഡിങ് സ്പേസ് എയർപോർട്ടാണ്. ഞാൻ രക്ഷപ്പെട്ടില്ല. രോഹിത് രക്ഷപ്പെട്ടില്ല. രോഹിത് എവിടെ? വണ്ടിയിൽ ഒരു പാരച്യൂട്ടുണ്ടായിരുന്നു. അവനിപ്പോൾ എവിടെയെങ്കിലും എൻ്റെ കാണും. ഇവിടെ ഒന്നുമില്ല. അപ്പോൾ കരിഞ്ഞിട്ടൊന്നുമില്ല. അപ്പോൾ ഉറപ്പായി അവന് എവിടെയോ ഉണ്ട്. അവന് അവിടെ ഒരു പാരച്യൂട്ടുണ്ടായിരുന്നല്ലോ, അതെടുത്ത് രക്ഷപ്പെട്ട് എന്നെ കൂട്ടാതെ ആ ദ്രോഹി. അവനെ ഞാൻ കൊല്ലും. അപ്പോൾ ഇവിടെ ഇതിനെ മേലോട്ട് കൊള്ളാണ്. എന്താ ഇവിടെ? അവിടെ വീട് ഗൈസ്, അവിടെ പുതിയൊരു വീട് വന്നിരിക്കണേ. ഞാൻ അതിൻ്റെ വില കൊന്നു കേട്ടോ. എൻ്റെ ഒരു പ്ലെയിനും ഇല്ല. അതാണ് കഷ്ടം. അല്ല പ്രൈവറ്റ് ജെറ്റ് വീണ് തിരിച്ചിട്ടേക്കാണ് അവര്. പിന്നെ അത് ഫ്രീ ആയിട്ട് മെക്കാനിക്കിനൊക്കെ വിളിച്ചാൽ ശരിയാക്കി തന്ന്. എന്തായാലും ഞാനിത് എന്തെന്നാ ഇവിടെ ചത്താ? ഇല്ല. അതിപ്പോൾ ഇവിടെ എപ്പോഴുള്ള സൗണ്ടാണ്. ട്രെയിൻ സൗണ്ട്. എൻ്റെ ഡയറക്ഷനിലോട്ട് തിരിയണത് എന്ത് പ്ലെയിനാണ്. ഞാൻ പോകണമെന്ന് വിചാരിച്ച സ്ഥലത്തോട്ട് ഞാൻ അയ്യോ
ലാൻഡി പ്ലീസ് ലാൻഡ്. ചത്തി ഞാൻ ചത്തി. ഞാൻ എനിക്ക് മറ്റേ ഞാൻ ചത്തി. പിന്നെ ഈ പ്ലെയിനിന് നല്ല ബിൽഡ് ക്വാളിറ്റി എന്ന് പറഞ്ഞിരുന്നല്ലോ, ഇതിനുണ്ട്. ആ കോഡ് ഞാൻ ഉപയോഗിക്കട്ടെ. കോഡ് ഉപയോഗിച്ചാൽ എന്തെങ്കിലും സംഭവിക്കും. അപ്പോൾ എനിക്ക് ഫുൾ സെറ്റോടെ ഞാൻ ഇനി വീണ്ടും പറത്താൻ പോവുകയാണ്. എനിക്കൊരു പേടിയില്ല. ഞാൻ എന്താ സംഭവിച്ചാലും നേരിടാൻ സൗകര്യപൂർവ്വം ഇരിക്കുക. എന്ത് സംഭവിക്കും? ഇതെന്ത് ഞാൻ ഓട്ടോമാറ്റിക്കലി വരുവാണ്. മുന്നിൽ പറന്നു. ഇപ്പോൾ ഞാൻ പറക്കും. ദേ പറന്ന്. ആ പറന്നു. ദേ ഇടിച്ച് ചത്ത്. ആ ഈ ചത്തിട്ട് ഈ പ്ലെയിൻ. അയ്യോ എൻ്റെ കാല് കുടുങ്ങിയത്. നല്ല കണ്ടിട്ടാണ് എനിക്കത് പറയാൻ. നല്ല എന്നുള്ള കാല്. അടുത്ത വീഡിയോയിലോട്ട് കാണുന്നവരെ ബൈ. ഇങ്ങനെ ശവശരീരം ബൈ. വീഡിയോ ലൈക്ക് ചെയ്യാത്തവർ ഇപ്പോൾ തന്നെ ലൈക്ക് ചെയ്യുക. സബ്സ്ക്രൈബ് ചെയ്യാത്തവർ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ എല്ലാവർക്കും ബൈ.